24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശാന്തിധാമം പാവന ആത്മാക്കളുടെ വീടാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ പാവനമാകൂ. ചോദ്യം: ബാബ എല്ലാ കുട്ടികൾക്കും ഏതൊരു ഗ്യാരണ്ടിയാണ് നൽകുന്നത്? ഉത്തരം: മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്. ശിക്ഷകൾ അനുഭവിക്കാതെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകും. നിങ്ങൾ ഒരു ബാബയുമായി ഹൃദയം യോജിപ്പിക്കൂ. ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കൂ. ഈ ലോകത്തിലിരിക്കവേ പവിത്രമായി കാണിക്കൂ. എങ്കിൽ ബാബ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം തീർച്ചയായും നൽകും. ഓം ശാന്തി. ആത്മീയ കുട്ടികളോട് ആത്മീയ പിതാവ് ചോദിക്കുകയാണ്, ബാബ കുട്ടികളായ നമ്മളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ടോ? അത് എല്ലാ ആത്മാക്കളുടെയും വീടാണ്. ഇവിടെ എല്ലാ ജീവാത്മാക്കളുടെയും വീട് ഒന്നല്ല. ബാബ വന്നിരിക്കുകയാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ബാബയെ ക്ഷണിച്ച് വിളിച്ചിരിക്കുകയാണ്. നമ്മളെ വീട്ടിലേക്ക്, അതായത് ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ. ഇപ്പോൾ ബാബ പറയുന്നു, തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, ഹേ ആത്മാക്കളെ, പതീതമായ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കും? തീർച്ചയായും പാവനമാകേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മറ്റൊരു കാര്യവും പറയുന്നില്ല. ഭക്തിമാർഗത്തിൽ നിങ്ങൾ ഇത്രയും സമയം പുരുഷാർത്ഥം ചെയ്തു. എന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടി. ഇപ്പോൾ ബാബ ചോദിക്കുകയാണ്, വീട്ടിലേക്ക് പോകുന്നതിൻ്റെ വിചാരമുണ്ടോ? കുട്ടികൾ പറയുന്നു, ബാബ ഇതിനു വേണ്ടി തന്നെയാണ് ഇത്രയും ഭക്തി ചെയ്തത്. ഏതെല്ലാം ജീവാത്മാക്കളുണ്ടോ എല്ലാവരെയും കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതും അറിയുന്നുണ്ട്. എന്നാൽ പവിത്രമായാണ് വീട്ടിലേക്ക് പോകേണ്ടത്. പിന്നെ പവിത്ര ആത്മാക്കൾ തന്നെയാണ് ആദ്യം വരുന്നത്. അപവിത്ര ആത്മാക്കൾക്ക് വീട്ടിലിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഏതെല്ലാം കോടിക്കണക്കിന് ആത്മാക്കളുണ്ടോ എല്ലാവർക്കും തീർച്ചയായും വീട്ടിലേക്ക് പോകണം. ആ വീടിനെ ശാന്തിധാമം അഥവാ വാനപ്രസ്ഥം എന്ന് പറയുന്നു. ആത്മാക്കളായി നമുക്ക് പാവനമായ ശാന്തിധാമത്തിലേക്ക് പോകണം. ഇത്രമാത്രം. എത്ര സഹജമായ കാര്യമാണ് അത്! ആത്മാക്കളുടെ പാവനമായ ശാന്തിധാമമാണ്. മറ്റത് ജീവാത്മാക്കളുടെ പാവനമായ സുഖധാമം. ഇത് ജീവാത്മാക്കളുടെ പതീതമായ ദുഃഖധാമം. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട കാര്യമേയില്ല. ശാന്തിധാമത്തിൽ എല്ലാ പവിത്ര ആത്മാക്കളും നിവസിക്കുന്നു. അത് ആത്മാക്കളുടെ പവിത്ര ലോകമാണ്. വൈസ്ലെസ് ഇൻകോർപ്പറിയൽ വേൾഡ്. ഈ പഴയ ലോകം എല്ലാ ജീവാത്മാക്കളുടേതുമാണ്. എല്ലാവരും പതീതമാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് ആത്മാക്കളെ പാവനമാക്കി പാവന ലോകമായ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ആര് രാജയോഗം പഠിക്കുന്നോ അവർ തന്നെ പാവന സുഖധാമത്തിൽ വരും. ഇത് വളരെ സഹജമാണ്. ഇതിൽ ഒരു കാര്യവും ചിന്തിക്കേണ്ട കാര്യമില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. നമ്മൾ ആത്മാക്കളുടെ പിതാവ് വന്നിരിക്കുകയാണ് നമ്മളെ പാവനമായ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ. അവിടേക്ക് പോകുന്നതിനുള്ള വഴി നമ്മൾ മറന്നുപോയിരുന്നു. അതിപ്പോൾ ബാബ പറഞ്ഞു തന്നു. കൽപ്പകൽപ്പങ്ങളിൽ ഞാൻ ഇങ്ങനെ തന്നെ വന്ന് പറയുന്നു, ഹേ കുട്ടികളെ, ശിവ് ബാബയായ എന്നെ ഓർമ്മിക്കൂ. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു സദ്ഗുരുവാണ്. ആ ഒന്ന് വന്ന് കുട്ടികൾക്ക് സന്ദേശം അഥവാ ശ്രീമത്ത് നൽകുന്നു. കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? പകുതി കൽപ്പം നിങ്ങൾ വളരെയധികം ഭക്തി ചെയ്തു, ദുഃഖമെടുത്തു, ചിലവ് ചെയ്ത് ദരിദ്രമായി. ആത്മാവും സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി. ഇത്രമാത്രം. ഈ ചെറിയൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിലേക്ക് പോകണമോ അതോ വേണ്ടയോ? അതേ ബാബ, തീർച്ചയായും പോകണം. അത് നമ്മുടെ സ്വീറ്റ് സൈലൻസ് ഹോമാണ്.
ഇതും മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ പതീതമാണ്, അതിനാൽ പോകാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. കൽപ്പകൽപ്പങ്ങളിൽ ഈ സന്ദേശം നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ ദേഹം ഇല്ലാതാകേണ്ടതുണ്ട്. ബാക്കി ആത്മാക്കൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനെ പറയുന്നത് നിരാകാരി ലോകം എന്നാണ്. എല്ലാ നിരാകാരി ആത്മാക്കളും അവിടെ വസിക്കുന്നു. അത് ആത്മാക്കളുടെ വീടാണ്. നിരാകാരനായ ബാബയും അവിടെ വസിക്കുന്നു. ബാബ വരുന്നത് ഏറ്റവും അവസാനമാണ്. കാരണം വീണ്ടും എല്ലാവരെയും തിരികെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു പതീത ആത്മാവ് പോലും വസിക്കുന്നില്ല. ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെയോ പ്രയാസത്തിൻ്റെയോ കാര്യമേയില്ല. ഹേ പതീത പാവന, വന്ന് നമ്മളെ പാവനമാക്കി കൂടെ കൊണ്ടുപോകൂ എന്ന് പാടുകയും ചെയ്യുന്നു. സർവരുടെയും പിതാവാണല്ലോ. പിന്നെ എപ്പോഴാണോ നമ്മൾ പുതിയ ലോകത്തിൽ പാട്ട് അഭിനയിക്കാൻ വരുന്നത്, അപ്പോൾ വളരെ കുറച്ചു പേരാണുള്ളത്. ബാക്കി ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾ എവിടെയാണ് പോയി വസിക്കുന്നത്? ഇതും അറിയുന്നുണ്ട്. സത്യയുഗത്തിൽ കുറച്ച് ജീവാത്മാക്കളാണ് ഉണ്ടായിരുന്നത്. ചെറിയ വൃക്ഷമായിരുന്നു, പിന്നെ അഭിവൃദ്ധി പ്രാപിച്ചു. വൃക്ഷത്തിൽ അനേകം ധർമ്മങ്ങളുടെ വെറൈറ്റി ഉണ്ട്. അതിനെ തന്നെയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. അഥവാ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. പലരും പറയുന്നു, ബാബ, നമ്മൾ കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷമാണ് എന്ന് എങ്ങനെ അംഗീകരിക്കും? ബാബ സത്യം തന്നെയാണ് കേൾപ്പിക്കുന്നത്. ചക്രത്തിൻ്റെ കണക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കൽപ്പത്തിൻ്റെ സംഗമത്തിൽ തന്നെയാണ് ബാബ വന്ന് ദൈവിക രാജധാനി സ്ഥാപിക്കുന്നത്. അത് ഇപ്പോഴില്ല. സത്യയുഗത്തിൽ പിന്നെ ഒരു ദൈവിക രാജധാനി ഉണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങളെ രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം കേൾപ്പിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വരുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് പുതിയതിൽ നിന്നും പഴയതും പഴയതിൽ നിന്നും പുതിയതുമാകുന്നു. ഇതിന് 4 ഭാഗങ്ങൾ പൂർണ്ണമായുമുണ്ട്. അതിനെ സ്വസ്തിക എന്നും പറയുന്നു. എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭക്തിമാർഗത്തിലാണെങ്കിൽ പാവകളുടെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. എണ്ണമറ്റ ചിത്രങ്ങളുണ്ട്. ദീപാവലിക്ക് വിശേഷിച്ച് കടകൾ തുറക്കുന്നു. അനേകം ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാണ് ശിവബാബ, പിന്നെ നമ്മൾ കുട്ടികൾ. പിന്നെ ഇവിടേക്ക് വരൂ. അപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമാണ്. പിന്നെ രാമൻ്റെയും സീതയുടെയും രാജ്യം. പിന്നീട് മറ്റ് ധർമ്മങ്ങൾ വരുന്നു. അതുമായി കുട്ടികളായ നിങ്ങൾക്ക് കണക്ഷനേ ഇല്ല. അവർ അവരുടേതായ സമയത്ത് വരുന്നു. പിന്നെ എല്ലാവർക്കും തിരികെ പോകേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾക്കും ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഈ മുഴുവൻ ലോകവും വിനാശമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ട് എന്ത് കാര്യം? ഈ ലോകത്തോട് മനസ്സ് യോജിക്കുന്നതേയില്ല. മനസ്സ് യോജിപ്പിക്കേണ്ടത് ഒരു പ്രിയതമനോടാണ്. ആ ഒന്ന് പറയുന്നു, എന്നോട് മനസ്സ് യോജിപ്പിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമാകും. ഇപ്പോൾ വളരെയധികം കഴിഞ്ഞുപോയി. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. യോഗത്തിലിരിക്കുന്നില്ലെങ്കിൽ പിന്നെ അന്തിമത്തിൽ അവർ വളരെയധികം പശ്ചാത്തപിക്കും, ശിക്ഷ അനുഭവിക്കും, പദവിയും ഭ്രഷ്ടമായി പോകും. ഇതും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ വീട് നമ്മൾ ഉപേക്ഷിച്ചിട്ട് എത്ര സമയമായി? വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണല്ലോ തലയിട്ടടിക്കുന്നത്. ബാബയെയും വീട്ടിൽ തന്നെയാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിൽ ലഭിക്കുകയില്ല. മുക്തിധാമത്തിലേക്ക് പോകുന്നതിനായി മനുഷ്യർ എത്ര പ്രയത്നിക്കുന്നു. അതിനെ ഭക്തിമാർഗം എന്ന് പറയുന്നു. ഇപ്പോൾ ഭക്തിമാർഗം ഡ്രാമയനുസരിച്ച് ഇല്ലാതാകേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുന്നു. തീർച്ചയായും കൊണ്ടുപോകും. ആര് എത്ര പാവനമാകുമോ അത്രയും ഉയർന്ന പദവി നേടും. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട കാര്യമേയില്ല. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ ശിക്ഷകൾ അനുഭവിക്കാതെ വീട്ടിലേക്ക് പോകും.
ഓർമ്മയിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. അഥവാ ഓർമ്മിക്കുകയില്ലെങ്കിൽ പിന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പദവിയും ഭ്രഷ്ടമായി പോകും. ഓരോ 5000 വർഷത്തിനു ശേഷവും ഞാൻ ഇത് വന്ന് മനസ്സിലാക്കിക്കുന്നു. ഞാൻ അനേകം തവണ വന്നിട്ടുണ്ട് നിങ്ങളെ തിരികെ കൊണ്ടുപോകുവാൻ. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് തോൽവിയുടെയും ജയത്തിൻ്റെയും പാർട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നതിനായി വരുന്നു. ഇത് പതീത ലോകമാണ്. ഇതിൽ ഇങ്ങനെ പാടുകയും ചെയ്യുന്നു: പതീത പാവന വരൂ, നമ്മൾ വികാരിയും പതീതവുമാണ്, വന്ന് നിർവികാരിയും പാവനവുമാക്കൂ. ഇത് വികാരി ലോകമാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് സമ്പൂർണ്ണ നിർവികാരി ആകണം. ആരാണോ പിന്നിൽ വരുന്നത് അവർ ശിക്ഷകൾ അനുഭവിച്ച ശേഷം പോകുന്നു. അതിനാൽ വരുന്നതും 2 കല കുറവുള്ള ലോകത്തിലാണ്. അവരെ സമ്പൂർണ്ണം പവിത്രം എന്ന് പറയുകയില്ല. അതിനാൽ ഇപ്പോൾ പുരുഷാർത്ഥവും പൂർണ്ണമായും ചെയ്യേണ്ടത് ആവശ്യമാണ്. കുറഞ്ഞ പദവി ആയി പോകരുത്. രാവണരാജ്യം അല്ലെങ്കിൽ തന്നെയും നമ്പർ വൈസ് പദവി ഉണ്ടല്ലോ. ആത്മാവിൽ മാലിന്യം ചേരുന്നു. അപ്പോൾ പിന്നെ അതിന് ശരീരവും അങ്ങനെയുള്ളത് ലഭിക്കും. ആത്മാവ് ഗോൾഡൻ ഏജിൽ നിന്നും സിൽവർ ഏജ്ഡായി മാറുന്നു. വെള്ളിയുടെ കലർപ്പ് ആത്മാവിൽ ചേരുന്നു. പിന്നെ ദിനം പ്രതിദിനം കലർപ്പ് ചേർന്നതിൽ കൂടുതൽ കലർപ്പ് ചേരുന്നു. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. ആരെങ്കിലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൈ ഉയർത്തൂ. ആരാണോ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിയത് അവരെ തന്നെയാണ് മനസ്സിലാക്കിക്കുക. ബാബ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ 84 ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ വന്ന് പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തിന് തന്നെ പിന്നെ ആദ്യ നമ്പറിലേക്ക് വരേണ്ടതുണ്ട്. ആര് ആദ്യമായിരുന്നോ അത് ലാസ്റ്റിലാണ്. ആ ഒന്നിന് തന്നെ ആദ്യ നമ്പറിലേക്ക് പോകേണ്ടതുണ്ട്. ആരാണോ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പതീതമായിരിക്കുന്നത് ആ ഒന്നിൻ്റെ ശരീരത്തിൽ തന്നെയാണ് പതീത പാവനായ ഞാൻ വരുന്നത്. അതിനെ പാവനമാക്കുന്നു. എത്ര ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഭസ്മമാകും. ഗീതയുടെ ജ്ഞാനം നിങ്ങൾ വളരെയധികം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിലൂടെ നിങ്ങൾ സദ്ഗതി നേടിയില്ല. ധാരാളം സന്യാസിമാർ നിങ്ങളെ മധുരമായ ശബ്ദത്തിൽ ശാസ്ത്രങ്ങൾ കേൾപ്പിച്ചു. ആ ശബ്ദം കേട്ട് വലിയ വ്യക്തികൾ പോയി ഒത്തുകൂടുന്നു. കർണരസം ഉണ്ടല്ലോ. ഭക്തിമാർഗം തന്നെ കർണരസമാണ്. ഇതിലാണെങ്കിൽ ആത്മാവിന് ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഭക്തിമാർഗം ഇപ്പോൾ പൂർത്തിയാകുന്നു. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായി നിങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ വന്നിരിക്കുന്നു. അത് ആരും അറിയുന്നില്ല. ഞാൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ജ്ഞാനം എന്ന് പറയുന്നത് നോളജിനെയാണ്. നിങ്ങളെ എല്ലാം പഠിപ്പിക്കുന്നു. 84ൻ്റെ ചക്രവും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളിൽ മുഴുവൻ നോളജുമുണ്ട്. സ്ഥൂലവദനത്തിൽ നിന്നും സൂക്ഷ്മവദനം ക്രോസ് ചെയ്ത് പിന്നെ മൂലവദനത്തിലേക്ക് പോകുന്നു. ആദ്യം ലക്ഷ്മി നാരായണൻ്റെ ഡിനസ്റ്റിയാണ്. അവിടെ വികാരികളായ കുട്ടികൾ ഉണ്ടായിരിക്കില്ല. രാവണ രാജ്യമേ ഇല്ല. യോഗബലത്തിലൂടെ എല്ലാം സംഭവിക്കുന്നു. നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇപ്പോൾ കുട്ടിയായി ഗർഭകൊട്ടാരത്തിലേക്ക് പോകണം. സന്തോഷത്തോടെ പോകുന്നു. ഇവിടെയാണെങ്കിൽ മനുഷ്യർ എത്ര കരഞ്ഞ് നിലവിളിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഗർഭജയിലിലേക്കാണല്ലോ പോകുന്നത്. അവിടെ കരഞ്ഞ് നിലവിളിക്കുന്നതിൻ്റെ കാര്യമില്ല. ശരീരം തീർച്ചയായും മാറേണ്ടതുണ്ട്. ഇതുപോലെ സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട കാര്യമേയില്ല. കൂടുതൽ ചോദിക്കേണ്ടതില്ല. പൂർണ്ണമായും പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥത്തിൽ മുഴുകണം. ബാബയെ ഓർമ്മിക്കുന്നത് പ്രയാസമാണോ? ബാബയുടെ മുന്നിലിരിക്കുകയാണല്ലോ. ഞാൻ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ഈ ഒരു അന്തിമ ജന്മത്തിൽ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നില്ലേ? ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നെ വീട്ടിൽ പോയി സ്ത്രീയുടെയും മറ്റും മുഖം കാണുമ്പോൾ മായ ഭക്ഷിക്കുന്നു. ബാബ പറയുന്നു, ആരിലും മമത്വം വയ്ക്കാതിരിക്കൂ. അതെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്.
ഓർമ്മിക്കേണ്ടത് ഒരു ബാബയെ തന്നെയാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെയും തൻ്റെ രാജധാനിയെയും ഓർമ്മിക്കൂ. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. സത്യയുഗത്തിൽ ഈ മോശമായ വസ്തുക്കളോ മാംസമോ മറ്റോ ഉണ്ടായിരിക്കില്ല. ബാബ പറയുന്നു, വികാരങ്ങളെയും ഉപേക്ഷിക്കൂ. ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. എത്ര പ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് പവിത്രമായിരിക്കില്ല? കേവലം ഒരു ജന്മം പവിത്രമായിരിക്കുന്നതിലൂടെ എത്ര വലിയ പ്രാപ്തി ഉണ്ടാകുന്നു. ഒരുമിച്ച് കഴിഞ്ഞുള്ളൂ. ഇടയിൽ ജ്ഞാനത്തിൻ്റെ വാൾ ഉണ്ടാകണം. പവിത്രമായിരുന്ന് കാണിച്ചുവെങ്കിൽ ഏറ്റവും ഉയർന്ന പദവി നേടും. കാരണം ബാലബ്രഹ്മചാരിയായി. പിന്നെ നോളജും ആവശ്യമാണ്. മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് ഇരുന്നു കൊണ്ടും പവിത്രമായി ജീവിക്കുന്നത് എന്നത് സന്യാസിമാർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവരിൽ വലിയ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കും. ബാബ പറയുന്നു, ഈ ഒരു ജന്മം പവിത്രമായിരിക്കുന്നതിലൂടെ 21 ജന്മം നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. എത്ര വലിയ പ്രൈസ് ലഭിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് പവിത്രമായിരുന്ന് കാണിക്കുകയില്ല? ടൈം ബാക്കി കുറച്ചേ ഉള്ളൂ. ശബ്ദവും ഉണ്ടായിക്കൊണ്ടിരിക്കും. പത്രത്തിലും വരും. റിഹേഴ്സൽ കണ്ടുവല്ലോ. ഒരു ആറ്റം ബോംബിലൂടെ എന്തവസ്ഥയുണ്ടായി. ഇപ്പോൾ വരെയും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെയുള്ള ബോംബുകളും മറ്റും ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് ഇല്ലാതാകുന്നു. ഈ റിഹേഴ്സൽ ഉണ്ടായ ശേഷം പിന്നെ ഫൈനൽ ഉണ്ടാകും. പെട്ടെന്ന് മരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നോക്കും. പിന്നെ മറ്റ് യുക്തികൾ രചിക്കും. ഹോസ്പിറ്റലും മറ്റും ഉണ്ടായിരിക്കില്ല. ആരിരുന്ന് സേവനം ചെയ്യുവാനാണ്? കഴിപ്പിക്കുന്ന ബ്രാഹ്മണനോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല. ബോംബിട്ടു കഴിഞ്ഞു. എർത്ത് ക്വേക്കിൽ എല്ലാം അമർന്നു പോകും. കാലതാമസം ഉണ്ടാകില്ല. ഇവിടെ അനേകം മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പേരേവരും എങ്ങനെ വിനാശമാകും? മുന്നോട്ട് പോകവേ നോക്കണം. അവിടെയാണെങ്കിൽ തുടക്കത്തിൽ 9 ലക്ഷമാണ്. നിങ്ങൾ ഭിക്ഷുക്കളുമാണ്. പ്രഭുവും നിങ്ങൾക്ക് പ്രിയമാണ്. ഇപ്പോൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഭിക്ഷുക്കളെ ബാബയ്ക്ക് പ്രിയമായി തോന്നുന്നു. സത്യയുഗത്തിൽ വളരെ ചെറിയൊരു വൃക്ഷമായിരിക്കും. കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ഏതെല്ലാം ആക്ടേഴ്സ് ഉണ്ടോ എല്ലാ ആത്മാക്കളും അവിനാശിയാണ്. അവരവരുടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തന്നെയാണ് വന്ന് ബാബയിൽ നിന്നും സ്റ്റുഡൻ്റായി പഠിക്കുന്നത്. ബാബ നമ്മളെ പവിത്രമാക്കി കൂടെ കൊണ്ടുപോകും എന്നത് അറിയുന്നുണ്ട്. ബാബയും ഡ്രാമയനുസരിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും തീർച്ചയായും തിരികെ കൊണ്ടുപോകും. അതിനാൽ പേര് തന്നെ പാണ്ഡവസേന എന്നാണ്. നിങ്ങൾ പാണ്ഡവർ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ ബാബയിൽ നിന്നും രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ ആകുന്നതിനായി പൂർണ്ണ ഭിക്ഷു ആകണം. ദേഹത്തെയും മറന്ന് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഭിക്ഷു ആവുക എന്നത്. ബാബയിൽ നിന്നും വലുതിലും വലിയ പ്രൈസ് നേടുന്നതിനായി സമ്പൂർണ്ണ പാവനമായി കാണിക്കണം. തിരികെ വീട്ടിലേക്ക് പോകണം. അതിനാൽ പഴയ ലോകത്തോട് മനസ്സ് ചേർക്കരുത്. ഒരു പ്രിയതമനോട് തന്നെ മനസ്സ് യോജിപ്പിക്കണം. ബാബയെയും രാജധാനിയെയും ഓർമ്മിക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ സദാ ചിയർഫുള്ളും കെയർഫുള്ളുമായ മൂഡിൽ ഇരിക്കുന്ന കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കട്ടെ. അഥവാ ഏതെങ്കിലും പരിതസ്ഥിതിയിൽ പ്രസന്നതയുടെ മൂഡ് പരിവർത്തനപ്പെടുന്നു എങ്കിൽ അതിനെ സദാകാലത്തെ പ്രസന്നത എന്ന് പറയില്ല. ബ്രാഹ്മണ ജീവിതത്തിൽ സദാ
ചിയർഫുള്ളും കെയർഫുള്ളുമായ മൂഡ് ഉണ്ടായിരിക്കണം. മൂഡ് മാറാൻ പാടില്ല. എപ്പോഴാണോ മൂഡ് മാറുന്നത് അപ്പോൾ പറയുന്നു, എനിക്ക് ഏകാന്തത വേണം, ഇന്ന് എൻ്റെ മൂഡ് ഇങ്ങനെയാണ്. ഒറ്റയ്ക്കാകുമ്പോഴാണ് മൂഡ് മാറുന്നത്. സദാ കമ്പൈൻഡ് രൂപത്തിലിരിക്കൂ, എങ്കിൽ മൂഡ്, അതായത് മാനസികാവസ്ഥ മാറുകയില്ല. സ്ലോഗൻ: ഏതെങ്കിലും ഉത്സവം ആഘോഷിക്കുക എന്നാൽ ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ഉത്സാഹത്തിൽ ഇരിക്കുക എന്നർത്ഥം. ഓം ശാന്തി. മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ
സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി പ്രകാശ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്.